തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്ന്. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. അനിൽ പനച്ചൂരാന്റെ ഈ വരികളുടെ ഗൃഹാതുരത്വം പേര് ജീവിക്കുന്നവരാണ് നമ്മൾ പ്രവാസികളേറെയും. മാറുന്ന ജീവിത ശൈലിയിലും നമ്മുടെ നാടിന്റെ നന്മ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും കലാസാംസ്കാരിക പൈതൃകത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടുന്നത് നമ്മൾ ഓരോ പ്രവാസികളുടെയും കടമയാണ്. അങ്ങനെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിൽ ഇരിക്കുമ്പോഴും വീണ് കിട്ടുന്ന എല്ലാ ഇടവേളകളിലും കലാപരവും സാംസ്കാരികവുമായ പരിപാടികൾക്ക് വേണ്ടി അതിൽ പങ്കെടുക്കുവാനും അത് സംഘടിപ്പിക്കുവാനും സമയം കണ്ടെത്തുന്ന, അതിനുവേണ്ടി ഓടി നടക്കുന്ന, ഉത്സവങ്ങളെ സ്നേഹിക്കുന്ന തനി നാട്ടുംപുറത്തുകാരനായ ഒരു മലയാളിയാണ് ഇന്ന് നമ്മളോടൊപ്പം JP എന്റർടൈൻമെന്റ് മീഡിയ ഒരുക്കുന്ന ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരു ഇടവേളയിലെ ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ശ്രീ നിഖിൽ ദാസ്. സ്വാഗതം. വളരെ സന്തോഷം ഇന്ന് ഞങ്ങളോടൊപ്പം വന്നതിന്. കുറേയേറെ വർഷങ്ങളായി പ്രവാസിയായി ജീവിക്കുകയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. അപ്പോഴെല്ലാം അതിനോടൊപ്പം തന്നെ സാംസ്കാരികപരമായ പരിപാടികൾക്ക് വേണ്ടി അത് സംഘടിപ്പിക്കാൻ കൂടി സമയം കണ്ടെത്തുന്നുണ്ട്. പ്രവാസ ജീവിതത്തെ കുറിച്ച് പ്രവാസികളോട് എന്താണ് പറയാനുള്ളത്? പ്രവാസ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ സങ്കടങ്ങളും ഓരോ വിഷമങ്ങളും നമ്മുടെ റൂംമേറ്റുകളായ നമ്മുടെ സ്നേഹിതന്മാരുടെ കൂടെ പങ്കുവെച്ച് അവരുടെ ദുഃഖങ്ങൾ നമ്മളോട് പങ്കുവെച്ച് ആ ഒരു വിഷമഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്ന ഓരോ കൂട്ടുകാരെയും ഓർത്തു വെച്ച് നമ്മുടെ പ്രവാസ ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വേളകളിൽ ജോലി തിരക്കുകളും നമ്മുടെ വീടുകളിലെ പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് ആ ഒരു സമയത്തെ ആനന്ദകരമാക്കാൻ നമ്മളെല്ലാ പ്രവാസികളും ചെയ്യുന്നൊരു കാര്യമാണ് സംഗീതം, നൃത്തം, കോമഡി എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത്. ആ പല മേഖലകളിലും പ്രവാസികളായ പലരെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് പ്രവാസിയായ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അങ്ങനത്തുള്ള പല ഷോകളും കോർഡിനേറ്റ് ചെയ്യാനും അതിനോട് താല്പര്യമുള്ള പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള പല പല ഇവൻറ്റുകൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന പ്രവാസികളായ നമ്മൾ ഓരോരുത്തരെയും നമ്മൾക്ക് കിട്ടുന്ന ചില നിമിഷങ്ങൾ ആനന്ദകരമാക്കാൻ ഉള്ള ഒരു വേദികളാണ് ഓരോ ഇവൻറ്റുകളും ഓരോ പ്രോഗ്രാമുകളും. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കൂട്ടിയിണക്കി ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാനും ആ ഒരു കൂട്ടായ്മയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു ഫാമിലിയായി ഒരുപാട് പല പ്രശ്നങ്ങളിലും അനുഭവിക്കുന്ന പലരെയും ഒരുമിച്ച് കൊണ്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് പ്രവാസിയായ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം. അങ്ങനെയുള്ളൊരു ഫാമിലി ഇന്ന് ഖത്തറിലുണ്ട്. ആ ഒരു കൂട്ടായ്മയുടെ കാര്യങ്ങൾ നോക്കാനും ആ ഒരു കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളെയും പരിപോഷിപ്പിച്ച് അവർക്ക് ഉണ്ടാകുന്ന കല എന്താണോ ആ കലയെ പരിപോഷിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. കഴിഞ്ഞ 15 വർഷങ്ങളായി പ്രവാസിയായി തുടരുന്ന എനിക്ക് പ്രിയപ്പെട്ട പ്രവാസികളോടും ഇനി പ്രവാസ ജീവിതത്തിലേക്ക് വരാനായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട അനുജന്മാരോടും പറയാനുള്ളൊരു കാര്യം, നമ്മൾ പ്രവാസിയായി വന്നതിന് ശേഷം ആ പ്രവാസ ജീവിതത്തിൽ നമുക്കൊരുപാട് ദുഃഖങ്ങളും അതിലുപരി നമുക്കൊരുപാട് സന്തോഷങ്ങളും നമുക്ക് കിട്ടുന്ന ഒരിടമാണ് പ്രവാസ ജീവിതം എന്ന് പറയുന്ന ആ ഒരു പ്രവാസ ലോകം. ആ പ്രവാസ ലോകത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ ആ ഒരു കൃത്യനിഷ്ഠതയിലുള്ള ജീവിതശൈലി, നമ്മുടെ തൊഴിൽ തരുന്ന നമ്മുടെ തൊഴിൽദാതാവിനെ ബഹുമാനിച്ച് ആ തൊഴിലിനോട് വേദിയുള്ള നീതി പുലർത്തി നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ ആ കിട്ടുന്ന ചെറിയ സമയങ്ങൾ ആനന്ദകരമാക്കി ജീവിതത്തിനെ നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ എന്നും അവരെ ഫോൺ ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആ ഒരു കൃത്യനിഷ്ഠതയോടുകൂടി പ്രവാസ ജീവിതം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ആ ജീവിതമാണ് ഏറ്റവും നല്ല പ്രവാസ ജീവിതമായി നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, അതിലൊരു അനുഭവം പറയാം. ഒരു 45 മുതൽ 55 വയസ്സ് വരെയുള്ള ഒരുപാട് പ്രവാസ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചേട്ടന്മാർ അല്ലെങ്കിൽ അച്ഛന്മാർ നമ്മുടെ ഈ പ്രവാസ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളോടുകൂടി, ആരോഗ്യപരമായ പ്രശ്നങ്ങളോടുകൂടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉയർന്ന പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും ഒക്കെ ആയിട്ടാണ് അവർ ആ പ്രവാസ ജീവിതത്തിനെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ വീടുകളിൽ ആ പ്രവാസിയുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ സ്നേഹിതരോ ഒക്കെ ഉണ്ടാകും.
അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാനായി ആ പ്രവാസി എന്നും ഒരുപാട് എഫേർട്ടുകൾ എടുത്തിട്ടാണ് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 55-50 വയസ്സുള്ള ഒരു അച്ഛൻ നാട്ടിലേക്ക് വിളിച്ചതിന് ശേഷം അവിടുന്ന് തിരിച്ചു കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്, അവരുടെ ആവശ്യങ്ങൾ, ആ റെസ്പോൺസ് കേട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആ മനുഷ്യൻ വിടുന്ന ഒരു ദീർഘശ്വാസമുണ്ട്. ആ ദീർഘശ്വാസമാണ് ഒരു പ്രവാസി അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വേദന. ചിലപ്പോൾ അതൊരു വേദനയായിരിക്കാം, പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കാം. അപ്പോൾ ആ ദീർഘശ്വാസത്തിൽ നിന്ന് നമ്മൾ കാണുന്നതാണ്, നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഞാൻ എങ്ങനെ അത് ഇനി ഒപ്പിക്കും. പക്ഷേ ആ ദീർഘശ്വാസം അദ്ദേഹം വീണ്ടും ഒരു ദൃഢപ്രതിജ്ഞയായി എടുത്തുകൊണ്ട് പിറ്റേ ദിവസം വീണ്ടും ജോലിക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേയവും ഒന്നിനെയും കാര്യക്ഷമമായി നോക്കാതെ ഓവർ ടൈമുകൾ ചെയ്യുന്നു, ജോലി സ്ഥലങ്ങളിൽ അധിക വർക്കുകൾ ചെയ്ത് പണം സമ്പാദിക്കുന്നു, അത് നാടുകളിലെത്തിക്കുന്നു. പക്ഷേ ആ ദീർഘശ്വാസങ്ങളൊക്കെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ റൂമിലെ ആ റൂംമേറ്റ് ആയിരിക്കും. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഒരു സെൻറ്റൻസ്. രക്തബന്ധങ്ങളെക്കാട്ടിൽ കൂടുതലുണ്ടാകുന്ന സ്നേഹബന്ധങ്ങളാണ് നമ്മുടെ പ്രവാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് എന്നുള്ളത്. പ്രവാസ ജീവിതത്തെ കുറിച്ച് വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ട്. എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം ഈ 15 വർഷത്തിലേറെയായി പ്രവാസിയായി തുടരുകയാണല്ലോ, എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം? അതെ, ഒരുപാട് അനുഭവങ്ങൾ പ്രവാസ ജീവിതത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരനുഭവവും അതിനോട് കോർത്തിണക്കുന്ന ഒരു ജീവിത കഥയും കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. 19ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി ഗൾഫിലേക്ക്, ഈ ഒരു പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു കടന്നുവരവ് തന്നെ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ജോലി, ആ പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോലി സാധ്യതയ്ക്കകത്ത് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രവാസികൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. ഇവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു ഹിന്ദി ഭാഷയിൽ എനിക്കൊട്ടും പ്രാവീണ്യമുണ്ടായിരുന്നില്ല. ഗൾഫിൽ ആദ്യമായി വന്ന് ഹിന്ദിക്കാരായ ആൾക്കാർ എന്നോട് ഹിന്ദി സംസാരിക്കുമ്പോൾ തിരിച്ചവരോട് ഹിന്ദി പറയാൻ അറിയാത്ത ഒരു മാനസിക പിരിമുറുക്കത്തിലിരിക്കുന്ന സമയത്ത് എന്നെ സഹായിച്ചത് ഒരു നേപ്പാളിയായ ഒരു കൂട്ടുകാരനായിരുന്നു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഹിന്ദി ഭാഷ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കണം. ആ ഹിന്ദി ഭാഷ പഠിക്കാനായി പിന്നെ ഞാൻ ശ്രമിച്ചു. വന്നു ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ ഹിന്ദി ഭാഷ നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ഒരുപാട് കഷ്ടപ്പാടോടുകൂടി പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ആ കമ്പനിയിൽ നല്ല രീതിയിൽ ഒരു അസിസ്റ്റൻറ്റ് ടെക്നീഷ്യനായിട്ടായിരുന്നു, തുച്ഛമായ കുറഞ്ഞ സാലറിയിലായിരുന്നു പ്രവാസ ജീവിതം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠം, ആ കമ്പനിയുടെ പലതരത്തിലുള്ള വർക്ക് മേഖലകളിൽ എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകൾ ഞാൻ അവിടെ പോയി നിൽക്കുകയും ആ ഫ്രീ ടൈമുകളിൽ പല പല വകുപ്പുകളിൽ, ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന ജോലികൾ എങ്ങനെയാണ്, അതിൻ്റെ ക്രോഡീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് എൻ്റെ മനസ്സിലത് സൂക്ഷിച്ചു വെച്ചു. ഈശ്വരഭാഗ്യം അല്ലെങ്കിൽ ദൈവഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ദിവസം പെട്ടെന്ന് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഒരു പേരിട്ടു, ITI ഡിപ്ലോമ കഴിഞ്ഞ ഏതെങ്കിലും ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ, NCVT സർട്ടിഫിക്കറ്റുള്ള ഏതെങ്കിലും ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനിയുടെ എസ്റ്റിമേഷൻ പൊസിഷനിലേക്ക് ജോയിൻ ചെയ്യാം, അതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ആ രാത്രി ഒരുപാട് ആലോചിച്ചു. ഒരു ടെക്നീഷ്യനായി മെഷീനിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് അതിൻ്റെ കഴിവുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്താൻ പറ്റുമോ, അതോ ഒരുപാട് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരുമോ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ എൻ്റെ സൂപ്പർവൈസറിനോട് പറയുമ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞത്, താങ്കൾക്കത് ചെയ്യാൻ സാധിക്കില്ല, കാരണം താങ്കൾക്ക് അതിനുള്ള പവറോ അല്ലെങ്കിൽ അതിനുള്ള എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അതിനുള്ള നോളജോ ഇല്ല. പക്ഷേ എന്നെ അന്ന് സഹായിച്ച നമ്മുടെ ഒന്നും നാട്ടുകാരനല്ലാത്ത ഒരു വലസ്ഗരി എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനുണ്ടായിരുന്നു. ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച സമയം തരാം,
ആ ഒരാഴ്ച സമയം കൊണ്ട് നിങ്ങളത് എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഞാൻ ആ 5 ദിവസം ഊണും ഉറക്കവും ഒളിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി ചെയ്ത് മിസ്റ്റർ വലസ്കറി എന്ന് പറയുന്ന അമേരിക്കൻ ജനറൽ മാനേജറിനെ ഞാനത് കാണിച്ചു കൊടുത്തു. സൺഡേ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അദ്ദേഹം എനിക്ക് തന്നത് ഏറ്റവും വലിയൊരു ഓഫർ ലെറ്ററായിരുന്നു. ആ ഓഫർ ലെറ്ററായിരുന്നു എൻ്റെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടി. പ്രവാസ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഈ ഒരു അനുഭവം, ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇന്ന് ആ കമ്പനിയുടെ സൂപ്പർവൈസറായി ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നു. എൻ്റെ അണ്ടറിലുള്ള എല്ലാ ടെക്നീഷ്യന്മാരോടും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാരോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ഫീൽഡുകളിൽ മാത്രം നിൽക്കാതെ ബാക്കിയുള്ള ഫീൽഡുകളിലേക്കും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. മുന്നേറുക. ആരെയും വ്യക്തിപരമായി ഉപദ്രവിക്കാതെ, ആരോടും പരിഭവം കാണിക്കാതെ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ സ്വന്തമായി പല കാര്യങ്ങളും, ആ കമ്പനി നടക്കുന്ന പല കാര്യങ്ങളും സ്വന്തമായി പഠിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉയർന്നു വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പ്രവാസ ജീവിതം ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അനുജന്മാരോട് പറയാനുള്ളത്, പ്രവാസ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങളിവിടെ എത്തിച്ചേരേണ്ടത്, ആ മേഖലകളിൽ എത്തിച്ചേരാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ച് ആ ഒരു പങ്ക്ച്വാലിറ്റിയിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രവാസ ജീവിതത്തിൽ വന്ന് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകങ്ങളായി മാറാൻ എല്ലാവരും പരിശ്രമിക്കുക. നമ്മൾ പ്രവാസികളാണ് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ഘടനയുടെ ഏറ്റവും വലിയ മണിമുത്തുകൾ. പ്രവാസികൾക്കും പ്രവാസികളാകാൻ കൊതിക്കുന്നവർക്കും വളരെ പ്രയോജനകരമായ ചില കാര്യങ്ങളാണ് മുസ്ലിം ഹിന്ദാസ് ഇന്ന് നമ്മളോട്. വളരെ നന്ദി. JP എൻ്റർടൈൻമെൻറ്റ് മീഡിയ ഒരുക്കുന്ന ഈന്തപ്പനകളുടെ നാട്ടിൽ ഒരിടവേള എന്ന പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും.